ഹായ് വെൽക്കം ടു ഡേ 6 ഓഫ് 100 ഡേ സീരീസ്. ഇന്ന് ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ കേട്ടോ കുഞ്ഞാനെ കുളിപ്പിച്ചത്. അവൾക്ക് ഇഷ്ടമൊന്നുമല്ല ഞാൻ കുളിപ്പിക്കുന്നത്, ഒറ്റയ്ക്ക് കുളിക്കാൻ ഇഷ്ടം. പക്ഷേ ഞാൻ ഉള്ള ദിവസം നിർബന്ധിച്ച് കുളിപ്പിക്കാനാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ തിരിച്ച് കോട്ടയം പോകണമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ. അപ്രതീക്ഷിതമായി വന്നപ്പോൾ അവർ പെട്ടെന്ന് സിനിമയ്ക്ക് പോകണമെന്നുള്ള പ്ലാൻ എല്ലാം ഇട്ടതുകൊണ്ടും നാളത്തേക്കുള്ള പ്ലാനും കൂടി അവർ ഓൾറെഡി ഇന്നലെ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ പ്ലാനിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ പോക്ക് ഉച്ചയ്ക്ക് ശേഷം ആക്കിട്ടോ. ഞങ്ങൾ എപ്പോഴും പറയാറില്ല ഞങ്ങൾ രണ്ടുപേരും അച്ഛനമ്മമാർ ഒരുമിച്ചാണ് നിൽക്കുന്നതെന്ന്. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്. താഴെ മനോരിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ പിള്ളേരും ഉള്ളത്. അച്ഛൻ ഇപ്പം മരിച്ചിട്ട് 3 മാസമായി. അതേപോലെ മുകളിൽ എൻ്റെ അച്ഛനും അമ്മയും അതേപോലെ എൻ്റെ അമ്മയുടെ ചേച്ചി വല്യമ്മയാണ് ഉള്ളത്. ഒരു ചെറിയ വീടിന് വേണ്ട പോലെ ഒരു ഷോ കിച്ചൺ ഞങ്ങൾ വീട് പണിയുമ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പേര് പോലെ തന്നെ അതൊരു ഷോ കിച്ചൺ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഇതുവരെ അതിൽ കുക്ക് ചെയ്തിട്ടില്ല. അത് ഓപ്പൺ ടൈപ്പ് ഒരു ഓപ്പൺ കിച്ചൺ തന്നെയാണ്, ഹോളെന്നെല്ലാം വ്യൂ ഉള്ള പോലെ. പക്ഷേ ആർക്കും അതിൽ കുക്ക് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. എപ്പോഴും അതിങ്ങനെ ക്ലീൻ ആക്കി ഇടാനാണ് എല്ലാവരും താല്പര്യപ്പെടുന്നത്. പിന്നെ എല്ലാ വീട്ടിലെയും പോലെ തന്നെ വർക്ക് ഏരിയ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വലിച്ചു വാരി ഉപയോഗിക്കാം, പിന്നെ ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾ പണിയുന്ന വീടുകളൊക്കെ ഇതേപോലെ ഷോ കിച്ചനും വർക്ക് ഏരിയയും സെപ്പറേറ്റ് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടുന്നത് കേട്ടോ. ഞങ്ങളുടെ വീട് പോലെ തന്നെ അത് വെറും ഒരു ഷോ തന്നെ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇപ്പോഴൊക്കെ എല്ലാവരും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആരും ഇപ്പോൾ പിന്നത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും മാറ്റി വെക്കുന്നില്ല. എല്ലാവരും അന്നന്ന് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു പോകുന്ന പോലെയാണ് തോന്നുന്നത്. നിങ്ങൾക്കുണ്ട് ആ ഒരു സ്വഭാവം. കാരണം പഴയ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് പുതിയ സാധനങ്ങളെല്ലാം വരുന്നവർ ഗസ്റ്റിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ അമ്മയും അച്ഛനും വല്യമ്മയും താമസിക്കുന്നത് മുകളിൽ കേട്ടോ. നമ്മുടെ വീട്ടിലൊരു ചേച്ചി വരുന്നുണ്ട് കേട്ടോ സഹായത്തിന്. എല്ലാവർക്കും വയസ്സായതുകൊണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നതാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ താഴെ താമസിക്കുന്ന എല്ലാവരും നോൺ വെജിറ്റേറിയനും അതേപോലെ മുകളിൽ താമസിക്കുന്ന എൻ്റെ അച്ഛനൊഴികെ വല്യമ്മയും അമ്മയും ഒക്കെ വെജിറ്റേറിയൻസും ആണ് കേട്ടോ. പക്ഷേ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നോൺ വെജ് കുക്ക് ചെയ്യുന്നത് മുകളിലാണ് കേട്ടോ. ഞങ്ങൾ വരുമ്പോഴും അതേപോലെ കുട്ടികൾ ആവശ്യപ്പെടുമ്പോഴും അച്ഛൻ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കും കേട്ടോ. അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വല്യമ്മയാണ് ഇതിൻ്റെ കയ്യാൾ. പക്ഷേ ഇവർക്ക് ഉപ്പ് പോലും നോക്കാൻ ഇതിൽ പറ്റില്ല. കാരണം ഒരു പ്യൂർലി വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞല്ലോ, അതുവരെ കുട്ടികളെയും കൊണ്ടാട്ടോ ചെയ്യിപ്പിക്കുക. പക്ഷേ വെജിറ്റേറിയൻസ് ആയ അവർ വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നോൺ വെജ് കറികളെല്ലാം. ഇവിടെ ഇത് രണ്ടും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടിനും സെപ്പറേറ്റ് പാത്രങ്ങളാണ് കേട്ടോ. കാരണം ഈ നോൺ വെക്കുന്ന പാത്രങ്ങളൊന്നും അവർ ഉപയോഗിക്കില്ല കേട്ടോ. നോൺ വെജ് കഴിക്കാനായിട്ട് സെപ്പറേറ്റ് പ്ലേറ്റുകളാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ 2 മക്കളിൽ ചെറിയ ആൾ മാക്സിമം താഴ്ന്നാണ് ഫുഡ് കഴിക്കുക, വലിയ ആൾ മുകളിൽ നിന്നുണ്ടോ ഫുഡ് കഴിക്കുക. പിന്നെ ഈ മുകളിൽ കാണുന്ന വീട് തികച്ചും ലോ ബഡ്ജറ്റ് ആണ് കേട്ടോ. നമ്മൾ കോൺക്രീറ്റിൽ ചെയ്ത 2ാമത്തെ വീടാണ് കേട്ടോ. അത് 3 ഇഞ്ചിലാണ് ഇതിന്റെ ഭിത്തിയൊക്കെ വരുന്നത്. അതിലും ഇതിന്റെ 2 ബെഡ്റൂമും ഈ കോണിയുടെ ഈ സ്പേസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ RCC സ്ലാബ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിട്ട് സീൽ ചെയ്തിരിക്കാൻ കേട്ടോ. അതുപോലെ ഇതിനൊന്നും ജനലുകളില്ല, എല്ലാം സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് അലുമിനിയം പാളികൾ വെച്ചിരിക്കാൻ കേട്ടോ. താഴത്ത് പിന്നെ ഞങ്ങൾ മുൻപ് നോർമൽ കൺസ്ട്രക്ഷൻ ചെയ്തിരുന്ന സമയത്ത് ചെങ്കലിൽ വെച്ച വീടാണ് കേട്ടോ. ഞാൻ പിന്നെ ആദ്യം പറഞ്ഞില്ലേ ഇവർ ഇന്നത്തേക്ക് കുറച്ച് പ്ലാൻസ് ഇട്ടിരിക്കുന്നു എന്നുള്ളത്. അത് അവർക്ക് സ്കൂളിലേക്ക് ഓണം സെലിബ്രേഷനുള്ള കളർ ഡ്രസ് എടുക്കാനായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾക്ക് ഈ വർഷം ഓണമൊന്നുമില്ല, അച്ഛൻ മരിച്ചതുകൊണ്ട്. പക്ഷേ ഇവർക്ക് ഓണം സെലിബ്രേഷൻ ട്രഡീഷണൽ ഡ്രസ്സ് മസ്റ്റ് ആയിട്ട് ഇട്ടിട്ട് പോകേണ്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കണം എന്നൊന്നും അച്ഛനാണെങ്കിലും ഇനിയിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഞങ്ങൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കണമെന്ന്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ നോക്കുക. അതേപോലെ അച്ഛൻ വയസ്സായിട്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് മരിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മൾ അതിനിങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഈ കൺസ്ട്രക്ഷൻ തുടങ്ങിയ ശേഷം ഞങ്ങൾക്ക് ഓണം വിഷു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മിക്കവാറും സൈറ്റുകളെല്ലാം വർക്കിംഗ് തന്നെ ആയിരിക്കും. ഞങ്ങളും അധികം കൺസ്ട്രക്ഷൻ സൈറ്റിൽ തന്നെ ആയിരിക്കും. വീട്ടിലോട്ടൊന്നും വിഷുവിനൊന്നും പോകാറല്ല. ശരിക്കും ഞാൻ ഇവർക്ക് 4 പേർക്കും ഓൺലൈനിൽ ഡ്രസ്സ് ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ ഓണത്തിനായിട്ടുള്ളത്. അതും അവരുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഓർഡർ ചെയ്തത്. പക്ഷേ കുഞ്ഞാവയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഈ KMT ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇന്നലെ വിളിച്ചപ്പോഴേ എനിക്ക് KMT അവളുടെ ഫ്രണ്ട് എടുത്ത് സെയിം ഡ്രസ്സ് എടുത്തരോ എന്നോട് ചോദിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് ഞാൻ ആ പൈസ തിരിച്ചു തരാം, എനിക്ക് ഈ KMT ഈ ഡ്രസ്സ് എടുത്തരോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരെങ്ങനെ പൈസ തിരിച്ചു തരുന്നത്. ഞാൻ ഇവർക്ക് ഗൂഗിൾ പേയിൽ പോക്കറ്റ് മണി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, പലർക്കും അത് അറിയുണ്ടാവും. അതിൽ 4 ആൾക്കും 1000 രൂപ വെച്ച് മാസം കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിയുടെ മക്കൾ അവരുടെ ബസ് ഫീസും കാര്യത്തിനൊക്കെ ആയിട്ടാണ് ആ പൈസ ഉപയോഗിക്കുന്നത്. ഇവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് ഇവരുടെ ആ പൈസ എന്നും സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും എന്തിനാണ് ഈ ചെറിയ കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നത്. അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കഴിഞ്ഞ വെക്കേഷൻ അവർ 4 പേര് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴാട്ടോ ഞാൻ ഈ പൈസ കൊടുക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ സൈറ്റിൽ പോകുന്ന സമയത്തൊക്കെ അവർ ഞങ്ങളുടെ കൂടെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ പല ആവശ്യങ്ങളും ഞങ്ങളോട് പറയാറുണ്ട്, ഫുഡായിട്ടും അതേപോലെ കോസ്മെറ്റിക്സ് ആയിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ അവരോട് പറയും നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടല്ലോ, നിങ്ങൾ പോയി മേടിച്ചോന്ന്. പക്ഷേ അവരുടെ 1 രൂപ പോലും ചിലവാക്കില്ല കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ 1 രൂപ പോലും ഇവർ അനാവശ്യമായിട്ട് ചിലവാക്കില്ല എന്നുള്ളത്. പക്ഷേ ഇവരുടെ കയ്യിൽ മുൻപ് പോക്കറ്റ് മണി ഇല്ലാത്ത സമയത്ത് ഇവർക്കൊരു ആവശ്യം വരുമ്പോൾ ഇവരത് വാശി പിടിച്ച് നമ്മളെ നേടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോക്കറ്റ് മണി ഉള്ളതുകൊണ്ട് ആ വാശി അങ്ങോട്ട് പോയി കേട്ടോ. ഞാൻ മേടിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാൻ പറയും നിങ്ങളുടെ കയ്യിൽ പൈസ കൊണ്ട് മേടിച്ചോ എന്നുള്ളത്. പക്ഷേ അവരത് മേടിക്കില്ല കേട്ടോ. അങ്ങനെ ഈ ഡ്രസ്സാണ് കേട്ടോ ഞങ്ങൾക്ക് 3 ആൾക്കും ഇഷ്ടമായത്. പക്ഷേ അവൾ ഞങ്ങളുടെ 3 പേരുടെ ഇഷ്ടമല്ല, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിച്ച് ഉറപ്പ് മേടിച്ചിട്ടാണ് കേട്ടോ ആ ഡ്രസ്സ് എടുത്തത്. 2 പേർക്കും ഓരോ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ലച്ചുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് അസാന്നും അതുപോലെ കുഞ്ഞാവിടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് കല്യാണിന്നും ആണ് കേട്ടോ. എന്ത് സാധനം ആവശ്യപ്പെടുന്നത് ലച്ചു ആണ് കേട്ടോ. കുഞ്ഞാവയ്ക്ക് അതായത് ലച്ചുവിന് കിട്ടി അവൾക്കും കിട്ടുന്നു. ഒന്നും കഴിക്കാത്ത മക്കളാണല്ലോ എല്ലാ ദിവസവും. പാവം കുട്ടികൾ പട്ടിണിയല്ലേ ഇടക്കില്. ഞങ്ങൾ വരുമ്പോൾ ഇവർക്ക് എന്താണെങ്കിലും ഒരു നേരെങ്കിലും പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡ് വേണം കേട്ടോ. പിന്നെ ഞങ്ങളത് വാങ്ങി കൊടുക്കാറുണ്ട്, കാരണം ഞങ്ങൾ വരുമ്പോൾ മാത്രമല്ലേ അതൊക്കെ നടക്കുള്ളൂ. ഇതൊരു ഫേവറേറ്റ് ബേക്കറിയാണ് കേട്ടോ, ഫൈറൂസ് ബേക്കറി. ഇവിടുത്തെ ഷവർമ്മയാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ഞങ്ങൾ വന്നത് കുറച്ച് നേരത്തെ ആയി, ഷവർമ്മ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഷവർമ്മയ്ക്ക് തുല്യമായിട്ട് വേറെ എന്തെങ്കിലും മതി എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഒരു എഗ് പപ്സിൽ നിർത്തിയിട്ടോ. ഞങ്ങൾ ഈ ഖത്തറിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നൊക്കെ ഷവർമ്മ കഴിച്ചിട്ട് നാട്ടിൽ നിന്ന് എവിടെ നിന്ന് ഷവർമ്മ കഴിച്ചാലും ഞങ്ങൾക്കൊരു തൃപ്തി വരാറില്ല കേട്ടോ. പിന്നെയും ഞങ്ങൾക്ക് ഫൈറൂസ് ബേക്കറിത്തെ ഷവർമ്മയാണ് പിന്നെയും പ്രിയം. ഇവരെ ഇനി വീട്ടിൽ കൊണ്ടുപോയി തട്ടിയിട്ട് വേണം കേട്ടോ. ഇന്നലത്തെ പോലെ സെയിം റിപ്പിറ്റേഷൻ തിരിച്ച് ഞങ്ങൾ കോട്ടയത്തേക്ക് തന്നെ ഒന്ന് പോകണം. പോകുന്ന വഴിക്ക് ഇന്നലെ കയറി എല്ലാ സൈറ്റും കവർ ചെയ്തിട്ട് വേണം കേട്ടോ പോകാൻ. ഇത് നമ്മുടെ ഇലക്ട്രീഷ്യൻ പവിഷ
പവിശേട്ടന്റെ വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ഫാനും ഒരു ഹീറ്ററും സെറ്റ് ചെയ്യാനുണ്ട്, അതിന് വേണ്ടി വന്നതാണ് പവിശേട്ടൻ. ആള് നമ്മുടെ എറണാകുളം സൈറ്റിലായിരുന്നു, ഇന്നലെയാണ് കേട്ടോ അവിടെ നാട്ടിലെത്തിയിട്ടുള്ളത്. ഫാൻ കേടുവന്നിട്ട് ഏകദേശം ഒരു മാസമായിട്ടോ. അപ്പോൾ തുടച്ച് കഴിഞ്ഞാൽ ഉണങ്ങുന്നില്ല എന്ന് ചേച്ചി കുറേ ദിവസം എന്നോട് പറയുന്നത്. അങ്ങനെ കേട്ടോ ഫാൻ ഫിറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. പിന്നെ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ ഫാനിന്റെ ആവശ്യമില്ല, കൂടാതെ മുകളിൽ യൂസ് ചെയ്യുന്ന ഹീറ്ററും കേടുവന്നു. അങ്ങനെ എല്ലാം കൂടി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പവിശേട്ടൻ വന്നതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഇന്നലെ ഞാൻ പെരിന്തൽമണ്ണയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞെങ്കിലും ഇന്ന് കുറച്ച് ഇകഴ്ത്തി പറയാൻ കേട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പെരിന്തൽമണ്ണത്തെ റോഡുകളുടെ ഗുണമേന്മ കൊണ്ട് തന്നെയാണ് കേട്ടോ. മനോട്ടൻ പറയുന്നത് മനോട്ടിന് 42 വയസ്സായി, മനോട്ടിന് ഓർമ്മ വെച്ച കാലം മുതലേ ഈ റോഡുകൾ ഇങ്ങനെ കുണ്ടും കുഴിയാന്നാണ്. ഇത്രയും നാട് പുരോഗമിച്ചിട്ടും പെരിന്തൽമണ്ണയ്ക്ക് മാത്രം ഒരു വികസനവും ഇല്ല കേട്ടോ. പിന്നെ പെരിന്തൽമണ്ണ ഫുഡങ്ങാടിയുടെ മികവൊക്കെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ വ്യവസായികളുടെ കഴിവാണ് കേട്ടോ. ഗവൺമെന്റ് പെരിന്തൽമണ്ണ എങ്ങനെയാ പരിഗണിക്കുന്നത് എന്നുള്ളത് ഇപ്പോഴത്തെ ഈ റോഡും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ട് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ നമ്മൾ കയറുകയാണ്. ആ റോഡും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ആണ് കേട്ടോ പാലക്കാട് ഡിസ്ട്രിക്റ്റ്. തൂതയാണ് പോയിന്റ് വരുന്നത്. പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു 12 കിലോമീറ്ററും. നിങ്ങൾ ഈ കാണാൻ പോകുന്ന പാലം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പാലക്കാട് ജില്ലയാണ് കേട്ടോ. ആ റോഡൊന്നും നിങ്ങൾ കണ്ടു നോക്കൂ. ഇപ്പൊ നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നത് തൂതപ്പുഴയാണ് കേട്ടോ. അത് മണ്ണാർക്കാട് ഭാഗത്തേക്ക് എത്തുമ്പോൾ കുന്തിപ്പുഴ എന്ന് പറയുന്നുണ്ടോ തോന്നുന്നത്. ഇതെല്ലാം പോയി ഭാരതപ്പുഴയിൽ ചേരും. ഇപ്പൊ കണ്ടില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ റോഡിന്റെ മികവ്. നേരത്തെ നിങ്ങൾ കണ്ട റോഡിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഈ റോഡ്. ഇത് ശരിക്കും കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണ്. ഞങ്ങളുടെ ജില്ല കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കണ്ടില്ലേ 4 വരി പാതയായി. എല്ലാ സൈഡും ഡിവൈഡറൊക്കെ വെച്ചിട്ട് ഈ 4 വരി പാത തൂത മുതൽ മുണ്ടൂര് വരെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കേട്ടോ. എന്നിട്ടും തൂത മുതൽ പെരിന്തൽമണ്ണ വരെയുള്ള ഈ 12 കിലോമീറ്റർ മനോട്ടം പറയുന്നത് 42 വർഷമായിട്ടും ഇതേ അവസ്ഥയാണെന്നാണ്. ഞങ്ങൾക്ക് 2 വഴിയിലൂടെ തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ഇത് തന്നെ ചെർപ്പളശ്ശേരി ഷൊർണൂർ വഴി, അല്ലാന്നുണ്ടെങ്കിൽ പട്ടാമ്പി കുന്നംകുളം വഴി. പട്ടാമ്പി വഴി പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ സെയിം ദുരിതം തന്നെയാണ് കേട്ടോ. പെരിന്തൽമണ്ണ മുതൽ പ്ലാമന്തോട് വരെ സെയിം അവസ്ഥ തന്നെയാണ് കേട്ടോ. പിന്നെ പ്ലാമന്തോട് പാലം കഴിഞ്ഞാലാണ് നല്ലൊരു റോഡ് കിട്ടുക. ആ പാലം ഇതേപോലെ തന്നെ കേട്ടോ. പാലക്കാട് മലപ്പുറം ജില്ലയുടെ ബോർഡറാണ്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ പാലക്കാടിനെ ഞങ്ങൾ വല്ലാതെ പുകഴ്ത്തിയെന്ന് വിചാരിക്കേണ്ട. ഞങ്ങൾ ഷൊർണൂരെത്തി, അവിടെയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ അവസ്ഥ. കുളപ്പുള്ളി മുതൽ ഭാരതപ്പുഴ വരെ പണ്ട് മുതലേ ഈ ഒരു അവസ്ഥ തന്നെയാണെന്നാണ് കേട്ടോ മനോട്ടം പറയുന്നത്. കാരണം പണ്ടാൾ തൃശ്ശൂർ വർക്ക് ചെയ്തിരുന്നു, ഈ റോഡിലൂടെ ആയിരുന്നു കേട്ടോ സ്ഥിരം സഞ്ചാരം. ഈ ഭാരതപ്പുഴ കഴിഞ്ഞാലാണ് നമുക്ക് റോഡിന് വികസനം ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റാട്ടോ. കാരണം ഇവിടെ ഞങ്ങളുടെ അത്യാവശ്യം നല്ല റോഡുകളാണ്. ഇത്രയും മോശം റോഡുകളിലൂടെ സഞ്ചരിക്കുന്ന ഞങ്ങളോടാണ് കേട്ടോ കോട്ടയംകാർ പറയല് കോട്ടയത്തെ റോഡ് മുഴുവൻ മോശമാണെന്നുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ റോഡുകളൊക്കെ ഞങ്ങൾക്ക് സ്വർഗ്ഗ തുല്യാണ് കേട്ടോ. ഞങ്ങൾ കേരളത്തിൽ കാസർഗോഡ് അല്ലാത്ത എല്ലാ ജില്ലകളിലൂടെയും മാസത്തിൽ ഒരു തവണയെങ്കിലും യാത്ര ചെയ്യാറുണ്ട് കേട്ടോ. അതിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലാണ് കേട്ടോ ഏറ്റവും മോശപ്പെട്ട റോഡ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാടാണെന്ന് വിചാരിച്ച് പുകഴ്ത്തി പറയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്താ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം ജില്ല മനോഹരന്റെ ജില്ലയും പാലക്കാട് ജില്ല എന്റെ ജില്ലയാണ് കേട്ടോ. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും, മോശം കണ്ടാൽ മോശം എന്നും പറയണ്ടോ. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടേ. ഇനി ഞങ്ങൾക്ക് കൂർക്കഞ്ചേരി സൈറ്റിൽ ഒന്ന് കയറണം, അതേപോലെ ഇരിഞ്ഞാലക്കുട സൈറ്റിലും കയറണം, പിന്നെ പിറവത്തും കയറണം കേട്ടോ. ഇത് രാഗം തിയേറ്റർ ആണോ, ഏതാ സിനിമ എന്നറിയില്ല. റോഡൊക്കെ നല്ല ബ്ലോക്കാണ്, സൺഡേ കൂടെ അല്ലേ. തൃശ്ശൂർ മുതൽ ഇരിഞ്ഞാലക്കുട വരെ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ. മനോട്ടം പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിലൂടെ യാത്ര ചെയ്യാനെന്നുള്ളതാണ് കേട്ടോ. അതിന്റെ കാരണം ടയർ തേയ്മാനാണ് ആൾ പറയുന്നത്. ഞങ്ങളുടെ വണ്ടിക്കാണെങ്കിൽ ടയറിന് നല്ല വിലയാണ്. ഞങ്ങളുടെ ഈ ഓട്ടത്തിന് 30,000 കിലോമീറ്ററിൽ ടയർ മാറ്റണം കേട്ടോ. ഒരു വട്ടം ഇപ്പോൾ ടയർ മാറ്റി, അടുത്തത് മാറ്റാനായിട്ടുണ്ട്. കൂർക്കഞ്ചേരി ഐ വിഷൻ ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡിലാട്ടോ നമ്മുടെ സൈറ്റ് വരുന്നത്. ഞങ്ങൾ ഇന്നലെ വന്നതുകൊണ്ട് കാര്യമായിട്ട് ഇവിടെ പണി പറഞ്ഞു കൊടുക്കാനൊന്നുമില്ല. പിന്നെ ഇതിലെ പാസ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് കയറുകയാണ് കേട്ടോ. ചെറിയൊരു വീടാണ് കേട്ടോ. പക്ഷേ തൃശ്ശൂരിൽ 2-3 മെയിൻ സ്ലാബ് ചെയ്യാനുള്ളതുകൊണ്ട് ഇപ്പൊ നിലവിൽ ഇവിടെ 10 പേര് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി എന്നെ എന്നോട് ചോദിച്ചു കേട്ടോ ഇത്ര പെട്ടെന്ന് തട്ടുനിരത്തിലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്നുള്ളത്. ഇന്നലെ ഒരു ഉച്ചയ്ക്ക് ശേഷം കേട്ടോ വർക്കേഴ്സ് എത്തിയത്. പക്ഷേ ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഇതിന്റെ സ്റ്റെപ്പ് അടി കഴിഞ്ഞിട്ടുണ്ടേ. പിന്നെ ഞങ്ങൾ സൈറ്റിലോട്ട് എത്തുമ്പോഴത്തേക്ക് രാത്രി ആയിട്ടോ. അതുകൊണ്ട് പിന്നെ അവിടുത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ, നല്ല കട്ട ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ഈ മാപ്പ് ഇങ്ങനെ കാണുമ്പോൾ ഒരു സമാധാനമാണ് കേട്ടോ. കാരണം തിക്കും തിരക്ക് അടിച്ച് പോയിട്ട് കാര്യമില്ല നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂർ കഴിഞ്ഞ് മൂവാറ്റുപുഴയുടെ ഇടയിലുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. പല്ലക്ക് എന്നാണ് അതിന്റെ പേര്. ഇതൊരു വെജിറ്റേറിയൻ ഹോട്ടലാട്ടോ. ഇപ്പോൾ ലോങ് ഡ്രൈവിൽ അധികമായിട്ട് ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലാട്ടോ വൈകുന്നേരങ്ങളിൽ പ്രിഫർ ചെയ്യാറുള്ളത്. കാരണം ഹെവി ഫുഡ് വേണ്ട, ഒരു നെയ് റോസ്റ്റ് എന്തെങ്കിലും മതി എന്ന് വിചാരിച്ചിട്ടോ അവിടെ കയറിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവരുടെ സ്പെഷ്യൽ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ബിരിയാണി മേടിച്ച് 2 ഷെയർ ആക്കിട്ടോ. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, നല്ല ഫുഡായിരുന്നേ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു വെജിറ്റേറിയൻസിനൊക്കെ ഇതിന് മാത്രം ഡിഷസ് ഉണ്ടാവുന്നു. കാരണം ഞങ്ങൾ ആദ്യമൊക്കെ മാക്സിമം നോൺ വെജ് റെസ്റ്റോറൻറ്റിൽ കയറാം. ഇപ്പോൾ വെജ് റെസ്റ്റോറൻറ്റിൽ കയറാൻ തുടങ്ങിയപ്പോഴാട്ടോ വെജിറ്റേറിയൻസിന് ഇത്രത്തോളം വിഭവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായത്. ഒരു കണക്കിന് വെജിറ്റേറിയൻ ആണ് കേട്ടോ നല്ലത്. കാരണം ഞങ്ങളെപ്പോലെ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് നോൺ വെജ് ഐറ്റംസ് മേടിച്ച ഭക്ഷണം കഴിക്കാൻ കൂടെ നന്നായി കഴിക്കുന്ന ആൾക്കാർ വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ കോട്ടയം മൂന്നിപ്പള്ളി ഞങ്ങളുടെ വീട് എത്താനായേ. ഇപ്പോൾ സമയം ഏകദേശം 10:30 ആയിട്ടുണ്ട്. സീരീസൊക്കെ തുടങ്ങാൻ നല്ല ഇൻട്രസ്റ്റിൽ ഞാൻ തുടങ്ങി. പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് ഒരു ടാസ്ക് ആണ് കേട്ടോ. പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഇത് കാണുമോ കാണില്ലേ എന്നുള്ളതല്ല, നമ്മൾ വിചാരിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ, അത് മുഴുമിക്കാൻ പറ്റിയ ഒരു അച്ചീവ്മെന്റ് പോലെ എന്തും ചെയ്യാനൊരു ധൈര്യം കിട്ടുന്ന ഞാൻ വിചാരിച്ചു.